ദിവസം പോ, ഞാൻ ചെയ്തോളാം. ദിവസം 9 മണി എപ്പോ തീരാനാ? നമസ്കാരം. ഹെൽപ്പിലൂടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട കറിയാണ്. നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഇച്ചിരൊന്ന് വ്യത്യാസം ജോസാന്റെ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാ. ചെറിയ ഉള്ളിയാ, ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാ കേട്ടോ. അപ്പൊ വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 or 5 ഒക്കെ എടുത്താൽ മതിയേ. കൂടുതൽ മുട്ട ഉണ്ടെങ്കിൽ കൂടുതൽ ഉള്ളി, കുറച്ച് മുട്ട ഉണ്ടെങ്കിൽ കുറച്ച് ഉള്ളി. ഉള്ളിയുടെ അളവൊന്നും പറയണ്ട, അതിന് പലർക്കും പല വീട്ടിൽ പല അളവാണ്. ഞങ്ങളുടെ അളവാ വേണ്ടത്. ആ മുട്ട ഓഫ് ചെയ്തോ. മുട്ട കുറച്ചുകൂടെ വേവട്ടെ. വെന്ത് തോർത്ത് വേണോ കണ്ണീര് തുടയ്ക്കാൻ? തുടച്ചു തരണോ കണ്ണ്? ഉള്ളി എടുത്താ കണ്ണീര് കണ്ണുനീര് വരും. ചേന എടുത്താ കൈ ചോളിയും. ചേനയുടെ ഇത് കണ്ടിട്ട് എല്ലാരും ചോദിച്ചു, അയ്യോ ചിരിച്ചുപാട് വന്ന കമന്റ്. അതിനകത്ത് റൂബി ജോൺ ചോദിച്ചതാ. അതിനകത്ത് ഏഞ്ചൽ എന്ന് പറഞ്ഞത് വന്ന് കമന്റ് ഇട്ടതാ, ജോസാൻ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്, കൈ ചൊറിഞ്ഞോണ്ടിരിക്കുവാന്ന്. ജോസ് എന്തിയെന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ അടിയില് വന്ന് അത് എനിക്ക് പെങ്കൊച്ചത് അവള് വന്ന് കമന്റ് ഇട്ടു, ജോസാൻ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്, കൈ ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്. ജോസാൻ നല്ല പൂ തുറക്കുമായിരുന്നു അന്നേരെ. പാതിരാത്രിക്ക് ഞാൻ എടുത്ത വീഡിയോയാണ്. അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാൻ ഞാൻ വിളിച്ചായിരുന്നു. നല്ലപോലെ കഴിച്ചായിരുന്നു. എല്ലാ വീട്ടമ്മമാരും കരയുന്നതാണ് ഇങ്ങനെ എന്നും ഉള്ളി എരിഞ്ഞു. അപ്പൊ ഉള്ളി പൊളിച്ചു. ഒരു 3 പച്ചമുളക്, അപ്പൊ കൂടാതെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 7 അല്ലി വെളുത്തുള്ളി. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാമേ. അപ്പൊ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞു. ആവശ്യത്തിന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വെളിച്ചെണ്ണയോ സൺഫ്ലവറോ നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എടുത്തോണേ. വെളിച്ചെണ്ണ ഒത്തിരി വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ അത്രയും മതി. എണ്ണ ചൂടായി. ഇനി സവാള ഇടാം. ഈ സവാള നമ്മൾ 10 എണ്ണമായി എടുത്ത് വെച്ചത്, അത് മൊത്തം ഇട്ടിട്ടില്ലേ. 7 എണ്ണയെ എടുത്തിട്ടുള്ളൂ. അരിഞ്ഞപ്പോൾ ഇച്ചിരി കൂടുതലായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ 5 മുട്ടയ്ക്കാണ്. പെട്ടെന്ന് വഴണ്ട് കിട്ടും. മതി, പിന്നെ വേണമെങ്കിൽ ചേർക്കാം. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് വയളട്ടെ. ഇവിടെ അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ. അരമുറി തേങ്ങ എടുത്തിട്ടില്ല, കാരണം നല്ല പീരയുള്ളതായിരുന്നു. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ല എരിയുള്ള പച്ചമുളകാണേ. പിന്നെ നേരത്തെ പറഞ്ഞു 7 അല്ലി വെളുത്തുള്ളി, പിന്നെ ആ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് അരയ്ക്കാം. അതിനുശേഷം ഈ പച്ചമുളകും തേങ്ങയും കൂടി ഇട്ട്, ഈ പച്ചമുളകും തേങ്ങയും നന്നായിട്ട് അരയണ്ട, ഒരു 1/4 പരുവം അരഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരയണ്ട. കാരണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സാധാ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതില്ലാത്തവർക്ക് ഈ അരപ്പിന്റെ കൂടെ ഇട്ട് അരയ്ക്കാം. അപ്പൊ ഇത് അരച്ച പരുവം കണ്ടോ, ഇതേ 1/4 നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടേ. നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ബാക്കി ഉള്ളി ഇതിന്റെ കൂടെ കിടന്ന് വഴണ്ടോളും. കറിവേപ്പില, നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില യൂസ് ചെയ്യാമേ. അപ്പൊ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വയലട്ടെ. നന്നായിട്ട് വയലട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളി നല്ലതുപോലെ ബ്രൗൺ ആവണം. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. കിഴങ്ങ് പിന്നെ കിടന്നും വെന്തോളും. ഇത് ചെറു തീയിൽ ഒരു 4 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അതായത് നമ്മുടെ ഈ കിഴങ്ങുണ്ടല്ലോ, അത് ആവിയിലൊന്ന് ഇത്തിരി വേവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു 4 മിനിറ്റ് കഴിഞ്ഞു. ഇതേ കണ്ടോ, ഉള്ളിയും അത്യാവശ്യം നന്നായിട്ട് വേണ്ടു. നമ്മുടെ കിഴങ്ങും വെന്ത് തുടങ്ങിയതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഇനി ഇത് തുറന്നിടാം. ബാക്കി ഉള്ളി ഒന്നുകൂടെ വയലട്ടെ. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വയണ്ടു. നമ്മുടെ കിഴങ്ങും അത്യാവശ്യം അരപ്പരുവത്തിൽ കൂടുതൽ വെന്തേത് കണ്ടോ, ഇത് മുറിഞ്ഞു വരുന്നുണ്ട്. ബാക്കി ഇനി വെന്തോളും. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇല്ലേ, അതിനി നമുക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ആ ജാറ് കഴുകി ഇപ്പം വെള്ളം ഒഴിക്കണ്ട, പിന്നെ മതി. ഇപ്പം നമുക്കിത് ഈ ഇതിനകത്ത് കിടന്നൊന്ന് വയളണം.
മസാല അതിന്റെ പച്ചമണം മാറാനേ. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. ഈ അരപ്പിന്റെ പച്ചമണം നന്നായിട്ട് പോണേ. മസാല ഇട്ടിട്ട് മീഡിയം തീയിൽ, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് വേവണം. അതിന് വേണ്ടിയാ. അയ്യോ, ക്യാമറയുടെ ബാറ്ററി ബ്ലിങ്കുന്നു. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ലാസ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി. അപ്പൊ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് കൂട്ടാമേ. അപ്പൊ ഇതിന്റെയും പച്ചമണം ഒന്ന് മാറട്ടെ. അതിനുശേഷം ഞാൻ ചെയ്തത്, ക്യാമറ പെട്ടെന്ന് ഓഫായി പോയി, ഞാനും അറിഞ്ഞില്ല. ഞാൻ 3 ടേബിൾ സ്പൂൺ തക്കാളിയുടെ സോസ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തക്കാളി ആണെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അത് ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് തക്കാളി കൂടി, ഉള്ളി വഴണ്ട ശേഷം തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ടൊമാറ്റോയുടെ ആ ചട്നിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. ആ ടൊമാറ്റോയുടെ ടൊമാറ്റോ ചട്നി അല്ല, ടൊമാറ്റോ സോസ് എന്ന് പറയുന്നേ എനിക്കിവിടെ ലാഭത്തിന് തക്കാളിക്കാ കിട്ടിയേ. അപ്പോൾ ഒരു 2-3 മാസത്തേക്ക് നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് എന്ത് കറികൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തക്കാളി ഇടേണ്ടതിന് പകരം ആ സോസെ കുറച്ച് ഒഴിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസാണ് കേട്ടോ. കുറച്ച് ഇവൻ നമുക്ക് തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിക്ക് പോലും ആ സോസ് യൂസ് ചെയ്താൽ മതി. തക്കാളി എന്തിനൊക്കെ വേണോ അതിനനുസരിച്ചുള്ള മസാലയാണ് ഞാനതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കറികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മസാല ഇട്ടുണ്ടാക്കിയ സോസാണ് അത്. അപ്പൊ ഇതിവിടെ നന്നായിട്ട് വഴണ്ടു, മസാലകളും എല്ലാം നല്ല പരുവമായി. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇതേ ജാറ് കഴുകിയ വെള്ളമാണ് ഇത്. അപ്പൊ ഗ്രേവി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്രയും വേണോ ചെയ്യാം. നിങ്ങൾക്ക് കറിക്ക് കുറച്ച് കൊഴുപ്പൊക്കെ നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ഇട്ടത് കൊണ്ട് നമുക്ക് കൊഴുപ്പ് എങ്ങനെ വേണേലും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാൻ. ഇത് ഓൾറെഡി തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ദേ ഇങ്ങനെ ഓരോ കിഴങ്ങെടുത്ത് ഇങ്ങനെ ഒന്ന് ഉടച്ച് ചേർത്താൽ മതി. കണ്ടോ, അരപ്പ് നന്നായിട്ട് തിളച്ചൊന്ന് എണ്ണ തെളിയണേ. ഇതേ കണ്ടോ, ഇങ്ങനെ ആ സൈഡിലോട്ട് വെച്ചങ്ങ് ഉടച്ചാൽ മതി ഉരുളൻകിഴങ്ങ്. അപ്പൊ നമ്മുടെ കറിക്ക് കൊഴുപ്പും കിട്ടുമേ. ഞാൻ നേരത്തെയും ചില വീഡിയോകളിൽ ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ട്, കറിക്ക് കൊഴുപ്പ് കിട്ടാൻ കിഴങ്ങിടുന്ന കറികളാണെങ്കിൽ ഇങ്ങനെ ചെരങ്ങ് ഉടച്ചു ചേർത്താൽ മതി. അപ്പൊ ഗ്രേവിയുടെ ഉപ്പ് നോക്കിയ ശേഷം ഉപ്പില്ല എങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയും കൂടെ ഒക്കെ ഇടണമല്ലോ, അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചു. ആ ഗ്രേവിയൊക്കെ അത്യാവശ്യം വറ്റി, സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇത് വരഞ്ഞ മുട്ടയാണ്. ഇതിനകത്ത് വേണമെങ്കിൽ ഇനി ഒരു 3-4 മുട്ടയും കൂടെ ഇടാം ഗ്രേവി അനുസരിച്ച്. അപ്പൊ നമ്മളെ കിഴങ്ങ് ഇട്ടോണ്ടാണ് ഇത്രയും കറിക്ക് കൊഴുപ്പും ഇത്ര ലഗേജുമായത്. അപ്പൊ നിങ്ങൾക്ക് കിഴങ്ങ് വേണ്ടാത്തവർ, ഞാൻ നേരത്തെ പറഞ്ഞു, കിഴങ്ങ് വേണ്ടാത്തവരുണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട. അല്ലെങ്കിലും കൊഴുപ്പ് കിട്ടും, നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്രയും മതി, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ കടുവൊന്നും താളിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടു താളിക്കാം കേട്ടോ. എന്താ കഴിഞ്ഞു. അപ്പൊ ഇത്രയും മതി. നിങ്ങൾക്ക് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഇടാം. ഞാനിപ്പോ മല്ലിയില ഇടുന്നില്ല കേട്ടോ, കറിവേപ്പിലയിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ ആദ്യം തന്നെ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇനി എക്സ്ട്രാ എണ്ണ ഞാൻ യൂസ് ചെയ്യുന്നില്ല. കടുക് വറുത്താൽ കുറച്ചുകൂടെ ഒക്കെ ടേസ്റ്റ് കിട്ടും. അപ്പൊ കഴിവതും എണ്ണയൊക്കെ കുറയ്ക്കാൻ നോക്കുവാണേ, അതുകൊണ്ടാണ് ഇത്രയത്തിൽ നിർത്തുന്നത്. അപ്പോൾ ഓഫ് ചെയ്തു. ലാസ്റ്റില് നിങ്ങൾക്ക് ഗരം മസാല വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഗരം മസാല ചേർക്കാം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ മസാല ഇല്ലേ അതിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചെവ പോവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പം മുട്ടക്കറി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഫസ്റ്റ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എല്ലാ വ്യൂവേഴ്സിനും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ലൈക്കുകാർക്ക് ഡിസ്ലൈക്ക്, ലൈക്ക്, പിന്നെ വേറെ കമന്റ് ചെയ്യുന്നവർക്ക്, പിന്നെ പുതിയ പുതിയ കമന്റ് ഇടുന്നവർക്ക്, ആ ചേന ചെത്തി ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞവർക്ക് ഒരു പ്രത്യേക താങ്ക്സും അങ്ങനെയുള്ള കമന്റ് ഇടുന്നതിനും ഇത് അങ്ങോട്ട് തരികയാണ്. ഞാൻ കഴിക്കുകയാണ്. വീണ്ടും ഈ വീഡിയോയിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. കറി നല്ല ടേസ്റ്റാണ്. വെറൈറ്റി ഇല്ല, തേങ്ങ അരച്ചുകൊണ്ട്
തേങ്ങ അരയ്ക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ചപ്പാത്തി. എനിക്ക് തോന്നുന്നു തേങ്ങ അധികം അറിയാത്തോണ്ടേ ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്, ഒരു പീര പോലെ. പക്ഷെ ഇത് വെറോട്ട തിന്നാൻ നല്ലതാന്ന് ആ, ഇത് വെള്ളമായിട്ട് ഒട്ടും എടുത്തിട്ടില്ല, ഒരു റോസ്റ്റ് പരുവത്തിലാണ് എടുത്തേക്കുന്നത്. ഇത് ചാറില്ല, കുഴമ്പ് പോലെ. കുറെ കൂടെ വെറോട്ട തിന്നാൻ നല്ലതായിരിക്കും കേട്ടോ. വെറോട്ടയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കമന്റ് ഇടണം, ഞാൻ കഴിക്കുന്നതിന്റെ, ഇത് കണ്ടതിന്റെ, പിന്നെ മറ്റെന്തൊക്കെയുണ്ടോ എല്ലാം. ആദ്യം തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോയേ, പിന്നെ ഞാനന്നേ കംപ്ലീറ്റ് ചെയ്തേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലെ പുതിയൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അവരും കമന്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പുതുവത്സര ആശംസകൾ ആയില്ല, എന്നാലും അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ ബൈ.